വയനാടും ചേലക്കരയും വിധിയെഴുതുന്നു. രണ്ടിടങ്ങളിലും ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. ഉച്ചയ്ക്ക് 2:30 വരെയുള്ള കണക്കനുസരിച്ച് വയനാട്ടിൽ 46.03% പോളിംഗ് രേഖപ്പെടുത്തി. മേപ്പാടി ഹൈസ്കൂളിലെ മുണ്ടക്കൈ ബൂത്ത് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി സന്ദർശിച്ചു. UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി കൽപ്പറ്റ സെന്റ് ജോസഫ് സ്കൂളും ബത്തേരിയിലെ വിവിധ ബൂത്തുകളും സന്ദർശിച്ചു. ലോവർ ലെവലിൽ പാവപ്പെട്ട ആളുകളുടെ കോളനികൾ അക്കാഡമിക് കേന്ദ്രങ്ങൾ, കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, സ്പോർട്സ് രംഗത്തെ താല്പര്യമുള്ളവരുടെ ഗ്രൗണ്ടിൽ പോയിട്ട് വിവിധ തലങ്ങളിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അതൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും കോളേജുകൾ പോയപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാൻ നൽകിയ വിശദീകരണം അവർ തൃപ്തരാകുന്നില്ല. അതിൽ ശരിയുണ്ട് എന്ന് അവർ തോന്നുന്നുണ്ട്. കാര്യം ഞാൻ റേസ് ചെയ്ത ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് 2 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ അത് മാറ്റിവെച്ചത് നിങ്ങൾ ചിന്തിക്കണം. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുണ്ടക്കൈ സ്പെഷ്യൽ ബൂത്ത്, പുത്തുമല, ചൂരൽമലയിലെ ബൂത്തുകളും സന്ദർശിച്ചു. And to work for them and to be their representative. There are a lot of controversies regarding that Chudamala landslide issue and last bottom board issue. And how is your response on these things? I don't think today is a day of talking about these controversies. I think it's the day for polling right now, and I just hope that everybody exercises their democratic right, comes out and votes. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഏറനാട് നിയമസഭാ മണ്ഡലത്തിലെ പന്നിപ്പാറയിൽ നിന്നും ഹരികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സൗമ്യ, വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിൽ സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. 8 മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് 50% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കുറവാണ്. രാവിലെ ശക്തമായ പോളിംഗ് ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയോടെ മന്ദഗതിയിലാവുകയായിരുന്നു. ഇപ്പോൾ 8 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറനാട് നിയമസഭാ മണ്ഡലത്തിലാണ്. 52 52% ഏറനാട് പോളിംഗ് ഇതുവരെയുള്ള പോളിംഗ്. ഏറ്റവും കുറവ് നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ 45% മാത്രമാണ് അടുക്കുന്നത്. എന്തായാലും വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ നേരിയ പുരോഗതിയുണ്ട്. 47% കഴിഞ്ഞു. എന്തായാലും ഈ 3 മണ്ഡലങ്ങളിലും 50% അടുത്തുന്നേ ഉള്ളൂ 8 മണിക്കൂറിൽ. ഇനി ബാക്കി ശേഷിക്കുന്നത് 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂറിൽ പോളിംഗ് പുരോഗതി ഉണ്ടാകും എന്നാണ് 3 മുന്നണികളും കണക്ക് കൂട്ടുന്നത്. കാരണം ഉച്ചയോടെ വളരെ മന്ദഗതിയിലായിരുന്നു വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നത്. ഇനി വൈകിട്ട് ചൂട് മാറിയതിനു ശേഷം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. എന്തായാലും കഴിഞ്ഞ 1 മാസത്തോളമായി വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് മലപ്പുറത്തെ 3 മണ്ഡലങ്ങളിലും നടന്നിരുന്നത്. പ്രത്യേകിച്ച് PV അൻവർ ഇടതുപക്ഷം വിട്ടതിന് ശേഷം ഇടതുപക്ഷവും ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുന്ന PV അൻവർ പക്ഷവും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് നേതൃത്വം നൽകിയിരുന്നത്. ഇതിനു പുറമെ UDF-ഉം NDA-യും മലപ്പുറം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടത്തിയിരുന്നു. എന്തായാലും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും വളരെ ശക്തമായ മത്സരം തന്നെയാണ് മലപ്പുറത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. സൗമ്യ, ഹരികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.